ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ വേറൊരു ഗെയിം തന്നെ ലെഫ്റ്റ് മൊബൈൽ തന്നെ കളിക്കാൻ പോകുന്നത് മാത്രമല്ല ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഐക്കോൺ ക്രോണിക്കിൾസ് കളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഐറ്റം ബാക്കി ഇന്ന് ഒരു പാക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് പ്ലെയർ ആണെന്ന് നോക്കാം. ഓ ഗൈസ്, കുറഞ്ഞ പ്ലെയർ കുഴപ്പമില്ല ഗൈസ്. എനിക്കാണെങ്കിൽ കുറച്ച് കുറച്ച് നല്ല പ്ലേസിനെ കിട്ടിയായിരുന്നു. ഒരു 92 93 അല്ല 90 അത്രയൊക്കെ കിട്ടിയായിരുന്നു. 99 അവരൊക്കെ എടുത്ത് ഞാൻ വിറ്റ്. എന്തായാലും നമ്മളാണെങ്കിൽ അവരെടുത്ത് വെക്കണം. നമ്മുടെ ലെവലിൻ്റെ ടീമിൻ്റെ ഗ്രോത്ത് കുറയും ഗൈസ്. അപ്പോൾ എല്ലാവരും സോൾഡെന്ന് കിടപ്പുണ്ട് കണ്ടോ. 100ൻ്റെ ഒക്കെ എടുത്ത് ഞാൻ വിറ്റ്. നമുക്ക് ക്ലാം ഓൾ പോയിൻറ്റ്സ് കൊടുക്കാം. എത്ര കിട്ടും ഗൈസ്? കൊള്ളാം. ഇപ്പോൾ നമുക്കുള്ള 46 ഫസ്റ്റ് മാത്രം നോക്കിയാൽ മതി ഗൈസ്. നോക്കാം, എടുക്കാം. അയ്യേ 60 ആയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഗൈസ്. പിന്നെ നമ്മുടെ ടീമിൻ്റെ നേരത്തെ 100 ആയിരുന്നു. അത് ഞാൻ 102 ആക്കി ഗൈസ്. കുറച്ച് പ്ലെയറിനെയൊക്കെ എടുത്ത് വെച്ചിട്ട് 105ൻ്റെ സീസ്കോ എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ പ്ലെയറിനെ എടുത്ത് ഞാൻ സ്ട്രൈക്കർ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് എന്തായാലും ഞാൻ ഐക്കോൺ ക്രോണിക്കിൾസ് കളിക്കുന്നില്ല. നമ്മൾ ഡെയിലി കളിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ആരും മടുപ്പിക്കുന്നില്ല. നമുക്കിന്ന് UEFA അല്ല ഗൈസ്, വേണ്ട. ഇത് ചിലപ്പോൾ നമുക്ക് പണി കിട്ടാം കേട്ടോ. പണി കിട്ടുന്ന പണിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ പണി കിട്ടുന്ന പണിക്ക് പോകുന്നില്ല. നമുക്കിവിടെ ലെഗ് യൂസിൽ പോകാം ഗൈസ്. എന്തെങ്കിലും ഗുണമുള്ള ഇതെന്താണ്? ഒരുപാട് ടൂർണമെൻറ്റ് ഇതിനകത്തൊന്നും നമുക്കൊന്നും കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. കൊള്ളാം, വെറുതെ സമയം കളഞ്ഞു. നമുക്ക് ഏതിൽ പോകണം ഗൈസ്? പ്ലേ തന്നെ പോവാം. എന്നിട്ട് നോക്കാം. അവിടുന്ന് ലൈവ് ഈവൻസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചാലഞ്ച് മോഡ്. ഓ ഗൈസ്, ഏതൊക്കെ പ്ലെയറിനെ നമുക്ക് കിട്ടും കേട്ടോ. എടാ ഇതുണ്ട്, ആദ്യം കോയിൻ കിട്ടും. പിന്നെ ബാക്കി ഓരോ മാച്ചും കളിക്കുന്നതിന് നമുക്ക് റൗണ്ട് 2 ക്വാർട്ടർ ഫൈനൽ എല്ലാത്തിനും കളിക്കുന്നതിന് ഓരോരോ 2 പ്ലേയേഴ്സിനെ വെച്ച് കിട്ടും. 2 പ്ലേയേഴ്സ് ആണെന്ന് എനിക്ക് അറിഞ്ഞുണ്ടോ, ഒരു പ്ലെയർ. അപ്പോൾ ഗൈസ് ഏതെങ്കിലും ഒരു നല്ല പ്ലെയറിനായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് ഗൈസ് ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പ്ലെയർ ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് നിന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്നെ. അപ്പോൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ കളി തുടങ്ങാം കേട്ടോ. ഓക്കേ, അപ്പോൾ ഗൈസ് നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ 1.05K ആവും ഗൈസ്. അപ്പോൾ 5K ആക്കാൻ ഇനിയും ഓൺലി 3 സബ്സ്ക്രൈബേഴ്സ് ഫോർ 5K ഗൈസ്. അപ്പോൾ നിങ്ങൾ വേണം അതാക്കാൻ. അപ്പോൾ ഗൈസ് 5K നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, എന്നാലും നമുക്കൊരു സന്തോഷം ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾ വേണം ആക്കാൻ. ഓക്കെ ഗൈസ്, ഇവന്മാരെ കൊണ്ട് ഗൈസ്. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ആരെന്നും കൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കറിയാനാണ് ഗൈസ്. അതോ മെസ്സി ആണോ, റൊണാൾഡോ ആണോ, റൊണാൾഡീനി ആണോ, ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഗൈസ്. ഗൈസ് ഇവന്മാരെ പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമ്മളെ മിനിങ്ങാന്നാണെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ആയിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഗൈസ് പെനാൽറ്റി അല്ല, പെനാൽറ്റി അല്ല, ഫ്രീ കിക്ക്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് മാച്ച് ഇരുന്ന് കളിച്ചിട്ട് നമുക്ക് കുറേ പ്ലേയേഴ്സിനെയും കിട്ടിയായിരുന്നു. കുറച്ച് എന്താണ് ഗൈസ് കോയിൻസ്, പിന്നെ എന്താണ്ടൊക്കെയോ തേങ്ങ കിട്ടി ഗൈസ്. എന്തുവാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഗൈസ്. നമ്മുടെ മറ്റേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വരുമായിരുന്നടാ. ഗോളിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കണ്ടേ.
അത് അടിപ്പിക്കാൻ വന്നപ്പോഴത്തേക്ക് അവന് പാസ് കൊടുത്ത് ഗൈസ് ടൈം 26 ആയിട്ടുള്ളൂ. നമുക്ക് ഇനി ഇഷ്ടം പോലെ ടൈം എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഗോളെ കൊണ്ട് അടുപ്പിക്കാൻ നമുക്ക് ഈ വീഡിയോയിൽ എന്തായാലും മാക്സിമം നോക്കാം. ഈ വീഡിയോയിലെന്നല്ല ഈ മാച്ചിൽ. ഓക്കെ ഗൈസ് എന്തായാലും പറ്റൂല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ അത്രേ ഉള്ളു ഗൈസ്, അത്രേ ഉള്ളെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ല ഇന്നത്തെ മാച്ചിൽ നമ്മളുണ്ടല്ലോടാ ഫുള്ള് നമ്മുടെ ഗോളിയെ കൊണ്ട് ഗോൾ അടുപ്പിക്കാനായിരിക്കും ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ആ ട്രൈക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസ്. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിരുന്നാണ് ഈ ട്രൈ ചെയ്യുന്നതെന്നറിയാമോ ഗൈസ് നിങ്ങൾക്ക്. ഗൈസ് അത് സത്യത്തെ അമറ ഫൗളല്ലേ, നമുക്കല്ലേ ഗൈസ് ഫ്രീ കിക്ക് വരണ്ടേ. എന്ത് ഗൈസ് 43 ഹാഫ് ടൈം ആവാറായി. ആരും ഇതുവരെയായിട്ടും ഗോൾ അടിച്ചിട്ടില്ല കേട്ടോ. ആ ധൈര്യത്തിലാണ് ഞാനിങ്ങനെ പോവണത്. ടൈം ഒത്തിരി ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ SOL മാച്ച് കളിക്കുവാണെങ്കിൽ അതിലെ മെയിനായിട്ട് നമ്മളെ എന്താണ് ഗൈസ് ടൈമാണ്. ഗൈസ് ഞാൻ ഇനി ഒറ്റ ട്രൈ ഇവിടെ നോക്കുന്നുള്ളൂ കേട്ടോ, നമ്മുടെ ഗോളെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ പറ്റുമെന്ന്. അത് ഫെയിൽ ആവുകയാണെങ്കിൽ ഗൈസ് നമുക്കങ്ങ് അല്ലാതെ കയറി ഗോൾ അടിക്കുക. ഗൈസ് നിങ്ങളപ്പോൾ വിചാരിക്കും നമ്മളിതുവരെയായിട്ടും ഗോൾ അടിച്ചില്ലെന്ന്. എനിക്ക് ഗോൾ അടിക്കാൻ അറിയാൻ വയ്യാണ്ടൊന്നുമല്ല ഗൈസ്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഗോളിയെ കൊണ്ട് ഗോൾ അടുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് സംശയം വരും, പിന്നെ ഞാൻ അതിനൊന്നുമല്ല എനിക്ക് കളിക്കാൻ പറ്റാത്ത കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും ഇല്ലേ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബട്ട് നമ്മുടെ ഒരു ട്രൈ കൂടെ നമുക്ക് നോക്കാം ഗൈസ്. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഗൈസ് എന്തോ അൺലക്കാണ് ഗൈസ്. ഓക്കെ ലാസ്റ്റ് ട്രൈ ആണ് ഗൈസ്, ലാസ്റ്റ് ട്രൈ. ഇടയ്ക്ക് അവന്മാർ വല്ല ബോൾ തട്ടി പറിക്കുകയാണെങ്കിൽ അവന്മാർ കയറി ഗോൾ അടിക്കട്ടോ ഗൈസ്. ഇവൻ എന്ത് തേങ്ങയാണ്. ഗൈസ് ഫെയിലായി. ഓക്കെ ഇനി ഗൈസ് നമുക്ക് കാണിച്ച് എടുക്കണ്ടേ, ഇനി നിങ്ങൾക്ക് കാണിച്ച് തരണ്ടേ ഗൈസ് നമ്മുടെ പവർ. ഗൈസ് നമ്മുടെ പവർ കാണിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു ഗൈസ് കാണിക്കാൻ പറ്റത്തില്ലെന്ന്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഗോളിക്ക് വാസ് കൊടുത്ത് കളിക്കണം. ഇടയന്മാർ ഇടയ്ക്ക് കയറി തട്ടിപ്പറിക്കാനാട്ടോ, അതാണ് എനിക്ക് വയ്യാത്തത്. ഗൈസ് ഇവന്മാർക്ക് നമ്മുടെ പവർ കാണിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഇത്രയും വർഷമായിട്ടല്ല മാസമായിട്ട് കളിക്കുന്ന ഒരു ലെജൻഡ് ഫുട്ബോൾ പ്ലെയറാണ് ഗൈസ്. എനിക്ക് വർഷമൊന്നും പറയാം, ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി. അപ്പോൾ ഗൈസ് ഇതിനു വേണ്ടി നമ്മളെന്തായാലും ഇവന്മാർക്ക് നമ്മുടെ പവർ കാണിച്ച് കൊടുത്തേ പറ്റൂ ഗൈസ്. ഗൈസ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മളൊരു ലെജൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. അങ്ങനല്ല കേട്ടോ. SC മൊബൈൽ ഇതിൽ അതിൻ്റെ ഇടയ്ക്കൂടെ സീസ്കോ കയറി ഗോൾ അടിച്ച കണ്ടില്ലേ ഗൈസ്? കണ്ടോ 105. അവനാണ് ഗൈസ് ഞാൻ അടുത്ത സ്ട്രൈക്കർ വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ സ്ട്രൈക്കർ. മറ്റേത് നമ്മളിരുന്ന 101 ആയിരുന്നു ഗൈസ്, 105 കുറേ ലെവൽ കൂടിയാണ് ഗൈസ്.
അന്നേരമാണ് 102 പിന്നെ സബില്ലേ, സബ് മാറ്റിയപ്പോൾ എങ്ങാണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബോൾ കൊണ്ടുവന്നതിനായിരുന്നു നമ്മുടെ നേരത്തെ സ്ട്രൈക്കർ. അപ്പോൾ ഗസ് ഏതോ സബ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ ആരാണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. എന്തോ 102 കേസ്. നമുക്ക് കണ്ട കേസ് നമ്മുടെ പവർ കണ്ട 2 മുട്ടയ്ക്ക് പൊട്ടിച്ച് അത്രേ ഉള്ളു. അതൊക്കെ അത്ര ഉള്ളടാ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ്. ഒരു മാച്ച് കൂടെ നമുക്ക് കളിക്കണം ഗേസ്. കളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുട്ബോൾ പ്ലെയറിനെ കാണാൻ പറ്റും. ബട്ട് എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. വീഡിയോ ലോങ് ആവുമെന്നില്ലയോ എന്നാണ് ഗേസ്. നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലോങ് ആകുമെന്ന്. ഗേസ് നമ്മുടെ വീഡിയോ ഒക്കെ ഷോർട്ട് മതി, കുഴപ്പമില്ല ഗേസ്. എത്ര സമയം വേണേലും പൊക്കോട്ടെ. ഇന്ന് നമുക്കൊരു ഫുട്ബോൾ പ്ലെയറിനെ ആരാണെന്നത് അറിയാനുള്ളതാണ് ഗേസ്. അപ്പോൾ ഗേസ് നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ ലാസ്റ്റ് വരെ ഇരുന്ന് കാണുക കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം ഗേസ്, ലാസ്റ്റ് വരെ കാണണം. എങ്കിലേ നമുക്ക് ഇടയ്ക്കൊക്കെ നല്ല ട്വിസ്റ്റും ഫണ്ണും ഒക്കെയാണ് ഗേസ്. അപ്പോൾ ലാസ്റ്റ് വരെ ഇരുന്ന് കണ്ടാലും നിങ്ങൾക്ക് ആ പ്ലെയർ ആരാണെന്ന് അറിയാൻ പറ്റൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും ഗേസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഉണ്ടല്ലോ വീഡിയോ നമ്മുടെ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഗേസ്. ഗേസ് നോട്ട് ഓക്കെ ഗേസ്. ഓക്കെ ഓക്കെ നോട്ട് ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ സെറ്റ് ഓക്കെ. ഇപ്പോൾ സെറ്റ് ഓക്കെ എല്ലാം സെറ്റിക്കല്ലേ ഗൈസ്. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ലോങ്ങായി, അത് നമുക്കറിയാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രോബ്ലമാണെന്നും എനിക്കറിയാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ നാളെ നിങ്ങൾ വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നാളെ വീഡിയോ ഉണ്ട് കേട്ടോ. അവിടെ പെനാൽറ്റി എന്താണ് നമുക്ക് പെനാൽറ്റി തന്നില്ല. എന്നാൽ പിന്നെ ഇവന്മാരെ ഒറ്റവട്ടം വീഴ്ത്തേക്കാം ഗൈസ്. വീഴ്ത്തി കണ്ട. നമുക്ക് പെനാൽറ്റി തരാഞ്ഞതിൻ്റെ റിവഞ്ചാണ് കൊടുത്തത്. ഓക്കെ ഗൈസ് നമുക്ക് ഒരു റിവഞ്ച് കൂടെ കൊടുക്കണം. കൊടുത്തേക്കല്ലേ, ഇത് ഇപ്പോൾ കൊടുത്ത വിത്ത് റിവഞ്ച് അല്ല കേട്ടോ, വേണേ അത് റിവഞ്ച് ആക്കാം. ഗൈസ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു? കാര്യമൊക്കെ ശരിയായിരുന്നു, പക്ഷെ ഓഫ്സൈഡായി പോയില്ല. എന്ത് ചെയ്യാൻ, നമ്മുടെ പ്രോബ്ലം അല്ലല്ലോ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്താണ് ഇത്രയും ലോങ് ആയെന്ന് ഞാൻ പറയാം. കാരണം ഇപ്പം നമ്മൾ ഇതുവരെയായിട്ടും കളിച്ചിട്ടുള്ള മാച്ചൊക്കെ ഉണ്ടല്ലോ, ഹാഫ് ടൈം തൊട്ടും പിന്നെ ബാക്കിയുള്ള ടൈം തൊട്ടൊക്കെ ആയിരുന്നു. ഇത് 1 തൊട്ട് തുടങ്ങുകയാണ് ഗൈസ്. ഗോള് ആടാ, നമ്മളായിട്ട് കൊടുത്ത ഗോളാണ് ഗൈസ് അത്. ഗൈസ് റിവഞ്ച് എടുക്കണം, റിവഞ്ച് എടുത്തേ പറ്റും. നമുക്ക് റിവഞ്ച് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്, പറ്റത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. ഗൈസ് ആ പരിപാടി നമ്മുടെ അടുത്ത് നടക്കത്തില്ല കേട്ടോ. ബോളിങ്ങനെ പൊക്കി കൊടുക്കുന്ന സാധനം അത് ആരൊക്കെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞാലും ബട്ട് നമ്മുടെ അടുത്ത് നടക്കില്ല കേട്ടാ, അത് നടക്കില്ല. എനിക്കിനി പാസ് കിട്ടിയില്ലല്ലോ ഗൈസ്, പിന്നെ എങ്ങനെയാണത് ഓഫ് സൈഡ് വന്നേ? എന്ത് ഹാഫ് ടൈമായി ഗൈസ്. ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒത്തിരി ലോങ് ആയടാ, എനിക്ക് വയ്യ ഗൈസ്.
നമുക്ക് ഒരു ഗോൾ അടിക്കണം, അല്ലെ പിന്നെ ഇതിന് ഈ മാച്ച് പോടാ. കണ്ടിന്യൂഷൻ ആവും ഗൈസ്. ഇന്നത്തെ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോയി ഗൈസ്. അതുപോലാണ് നമ്മളെ മുമ്പ് ആ പെനാൽറ്റി ബോക്സ് വെച്ച് വരുത്തിയത്. എന്നിട്ട് അതിന് നമുക്ക് തന്നില്ല ഗൈസ് പെനാൽറ്റി. ഇപ്പം അവർക്ക് ആണെങ്കിൽ ഫ്രീ കിക്ക് കൊടുത്ത്. എന്തൊരു ഗൈസ്, നമ്മുടെ എതിര് കളിക്കുന്നവർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് ഗൈസ് ഇവർ സെപ്പറേറ്റ്. ഗൈസ് പാസ് കൊടുക്കണ്ടായിരുന്നു ഗൈസ്, ചുമ്മാ ഓഫ് സൈഡായി ഗൈസ്. ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. വീഡിയോ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ലോങ് ആയി. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമല്ലോടാ. പക്ഷെ നമ്മൾ ഇത്രയും കളിച്ചല്ലേ, ഇനിയും പിന്നെയും കളിക്കണോ? ആ ഒരു വിഷമം ഓർത്തിട്ട് അവിടെ വല്ലതും പെനാൽറ്റി അവന്മാർ തന്നെയായിരുന്നെങ്കിൽ. ഗൈസ് പിന്നെ നമ്മൾ മണ്ടത്തരം കാണിക്കുകയാണ് കേട്ടോ. നമ്മൾ ഗോളി ഇറക്കി കളിപ്പിക്കുകയാണ്. ഗോളി ഇറക്കി കളിപ്പിച്ചതിൻ്റെ ആണ് മുമ്പേ അറിയാലോ ഞങ്ങൾക്ക് പറ്റിയ എന്താ പറ്റിയെന്ന് ഞാൻ പിന്നെ പ്രത്യേകം എടുത്ത് പറയണ്ടായല്ലോ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെയും എന്തിനെടുത്ത് പറയുന്നു ഗൈസ്. വാട്ട് എ ഗോൾ കീപ്പിംഗ്. അമറാണ് കേട്ടോ നമ്മുടെ അല്ല. ഗൈസ് ഗൈസ് എന്ത് ഫൗളാണ്? ഫൗളൊന്നുമില്ല. ഞാൻ വിചാരിച്ച ഗൈസ് അവിടെ ഞാൻ ചെയ്ത ഫൗളായിരുന്നു. ഇവിടെ ഉമ്മർ ഒറ്റ വീഴ്ച ഞങ്ങളുടെ വീഴ്ച അല്ല ഗൈസ്, വീഴ്ത്തിയില്ല, ബോളാണ് പോയത്. ചെറിയൊരു ടച്ച് ഉണ്ടായിരുന്നു നമ്മുടെ ഗോൾ കീപ്പർ അത് ശ്രദ്ധിച്ചില്ല. ഗൈസ് ഇടയ്ക്ക് ഞാൻ ബോളും കൊണ്ട് തട്ടിക്കൊടുത്തു കേട്ടോ. അതാണ് ഗൈസ് നമ്മുടെ ഇത് എന്താണ് ഗൈസ് ഗോള് കയറാഞ്ഞ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഇവിടെ വെച്ച് ഈ വാർ നമുക്ക് ഇനിയും തുടർന്നുകൊണ്ട് പെനാൽറ്റി കൊണ്ടുപോയിട്ടുണ്ടല്ലോ കത്തിച്ച് തീർക്കാം. അവന്മാർക്ക് 5 നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അല്ല ഇപ്പം അവർക്ക് 1-5 ഞാൻ പൊട്ടിക്കാണ് ഗൈസ്. ബട്ട് ഗൈസ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി ലോങ് ആയി ഇന്ന്. എനിക്കത് അറിയാം. അതുകൊണ്ടാണ് ഗൈസ് ഈ വാറങ്ങ് എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇനി അറിയാവുന്ന കാര്യങ്ങൾ പിന്നെയും എടുത്ത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. അല്ല ഗൈസ് ഗൈസ് പോടാ പോയി. പാസ് കൊടുക്കണ്ടായിരുന്നു ഗൈസ്, അതുവഴി കയറി വന്നായിരുന്നേ മൂന്നാമത്തെ ഒരു ഗോൾ അടിക്കായിരുന്നു. അപ്പോൾ അടിച്ചാലും അടിച്ചില്ലെങ്കിലും നമ്മളാണ് ജയിക്കുന്നത്. ഇനി ഇച്ചിരി ഒരു പോങ്ങും എന്നുവെച്ചാൽ 3 ഗോൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് പറയാം. വേഗം പാസ്വേഡ്. ഓക്കെ നമ്മുടെ ബക്വ ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ കയ്യിൽ നല്ല ലെജൻഡ് പ്ലേയേഴ്സ് ഇരിപ്പുണ്ട്, പക്ഷെ അവരുടെ പേരൊന്നും എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. ഫുൾ ടൈമായി. ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടാ. അതെന്ത് തേങ്ങ, ഏത് ഫുട്ബോൾ പ്ലെയറിനെ കിട്ടിയേ? എടാ അത് കാണിച്ചില്ല. എന്തോ അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഇത്ര ലോങ് ആയത് വെറുതെ ആയിരുന്നു ഗൈസ്. നമുക്ക് ആ പ്ലെയറിനെ കിട്ടിയിട്ടില്ല. ഇതെന്ത് കഷ്ടമാണ്. നമുക്കല്ലെങ്കിൽ ഇങ്ങനെയാണ് ഗൈസ് എപ്പോഴും. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ ജോയിൻ്റ് ചെയ്യണം ഗൈസ്, കാരണം ഇന്നത്തെ വീഡിയോ ഒത്തിരി ലോങ് ആയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ.